നമസ്കാരം. പത്തനംതിട്ടയിൽ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച കാപ്പ ഗുണ്ട പരിശുദ്ധനായി കഴിഞ്ഞെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത്. ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയെ ആക്രമിച്ച ആളാണ് ഈ മഹാൻ എന്നതും നിയമസഭയിൽ നിലപാടിൽ ഊറ്റം കൊണ്ട ആരോഗ്യമന്ത്രിക്ക് മറക്കാം. പക്ഷേ മാലയിട്ട് പരിശുദ്ധനാക്കപ്പെട്ട യദുകൃഷ്ണനെ കഞ്ചാവും വലിക്കാനുള്ള ഉപകരണവുമായിട്ടാണ് എക്സൈസ് പിടികൂടിയത്. അത് പിടികൂടിയത് പരിശുദ്ധ പട്ടം കിട്ടിയ ശേഷമാണ്. പക്ഷെ അതിനും ന്യായമുണ്ട്. യദുവിനെ പിടികൂടിയ എക്സൈസ് ഉദ്യോഗസ്ഥന് യുവമോർച്ച ബന്ധം എന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. ഇത്തവണ ജില്ലാ സെക്രട്ടറി വന്നില്ല, പകരം പ്രതികരണം മലയാലപ്പുഴ ഏരിയ സെക്രട്ടറിയുടേതായിരുന്നു. കോഴിക്കോട്ടെ കോടതി വിവാദ നായകനാകട്ടെ ആകെ ഇരപരിവേഷവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി പൊല്ലാപ്പിലോ എന്നതാണ് ചോദ്യം. കോൺഗ്രസ് പ്രതിനിധി പഴകുളം മധു, BJP പ്രതിനിധി ഷാജി രാഘവൻ, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ K ഷാജി എന്നിവരാണ് ചർച്ചയിലുള്ളത്. CPM ഈ ചർച്ചയ്ക്ക് ഈ വിഷയത്തിൽ പ്രതിനിധിയെ അയക്കുന്നില്ല. ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്കാണ്. ശ്രീ ഷാജി രാഘവൻ, പത്തനംതിട്ടയിലെ കേസിൽ നിന്നും തുടങ്ങാമെന്നു. പത്തനംതിട്ടയിൽ 62 പേരാണ് BJPയിൽ നിന്നും യുവമോർച്ചയിൽ നിന്നടക്കമുള്ള 62 പേരാണ് CPMലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ മലയാലപ്പുഴ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം കണ്ടല്ലോ. RSS പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ ഇപ്പോൾ പരിശുദ്ധരായി കഴിഞ്ഞു. അങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഒരു സ്ഥലമായി CPM മാറിയിരിക്കുന്നു. നിങ്ങളുടെ അടുത്തായിരുന്ന സമയത്ത് ക്രിമിനലുകളായിരുന്നു. CPMലേക്ക് വന്നപ്പോൾ അവർ പരിശുദ്ധരാക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലെ കേസ് കഞ്ചാവ് കേസാണ്. അല്ല, ഇവിടെ മലയാലപ്പുഴ ഏരിയ സെക്രട്ടറി പറഞ്ഞ കാര്യം 62 പേരോളം പാർട്ടി ചേർന്നെന്നാണ്. ആ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ച മാധ്യമപ്രവർത്തകരുണ്ട്. എൻ്റെ ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളുടെ ഒരു 3-4 പ്രവർത്തകർ, അവർ BJPക്ക് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന കുറച്ച് പേരൊക്കെയാണ്. അതിലൊരാൾ പാർട്ടിയുടെ ചുമതലയിൽ വന്നിരുന്നു. പക്ഷേ ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് തന്നെ പാർട്ടി പെരുമാറ്റ ദൂഷ്യം, സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിലും പാർട്ടി അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിലും പാർട്ടിയിൽ നിന്ന് മുഴുവൻ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ള ഒരാളിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന 4 പേര് CPMൽ ചേർന്നത്. സത്യത്തിൽ ഇത് പത്തനംതിട്ടയെ സംബന്ധിച്ചോളം, പത്തനംതിട്ടയെ അറിയുന്നത്, ഞാൻ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടയിൽ ഇന്ന് CPM നേരിടുന്ന വലിയ ആഴത്തിലുള്ളൊരു പ്രതിസന്ധിയുണ്ട്. അത് കേരളത്തിലും പാർട്ടി മൊത്തത്തിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധി നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിക്കലും CPMൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാത്തൊരു വാർത്ത കേരളം കേട്ടു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ഫോറമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ്. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 2 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പരസ്പരം കഴുത്തിന് പിടിച്ചുകൊണ്ടുവന്ന് വളരെ വളരെ കയ്യാങ്കളിയിലെത്തിയ ഒരു വാർത്ത പുറത്തു വരികയും കേരളം അത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോൾ പത്തനംതിട്ടയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് കേരളത്തിൽ പൊതുവെ നമുക്കറിയാം, പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ട CPM ഇടതുപക്ഷ മുന്നണി, അവർ കേരളത്തിലെ ജനങ്ങളോടും പാർട്ടിയിലെ അണികളോടും പറഞ്ഞത് ഞങ്ങൾ മാറ്റത്തിന് തയ്യാറാവുമെന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് പറയുന്നു, പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പക്ഷെ അതിനുശേഷം കേരളത്തിൽ ഓരോ ദിവസവും ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ഒരു തരത്തിലും ഒരു കാലത്തും ഒരു മാറ്റത്തിനും അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും. ശ്രീ ഷാജി രാഘവൻ, ഈ 62 പേർ വരുന്നു എന്നുള്ളത് നിങ്ങളുടെ അടുത്തു നിന്നാണ്. 62 പേർ വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഘട്ടത്തിലാണ് ഈ ശരൺചന്ദ്രൻ കാപ്പ കേസ് പ്രതിയായിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പല കേസുകളിൽ പ്രതിയായിരുന്നു. 12 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. അതിലൊന്ന് ആശുപത്രിയിൽ രോഗിയെ കാണാൻ പോയ സ്ത്രീയെ ഉപദ്രവിച്ച അടക്കമുള്ള കേസുകളാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗമായിരുന്ന ഘട്ടത്തിലാണ് ഈ കേസൊക്കെ. തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അദ്ദേഹത്തെ പാർട്ടിയുടെ ചുമതലയിൽ അദ്ദേഹം ഇരുന്നത് 1.5 മാസക്കാലമാണ് ഒരു ചുമതലയിൽ ഇരുന്നത്. ആ സമയത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യത്തെപ്പറ്റി ബോധ്യപ്പെട്ട പാർട്ടി അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ട് തന്നെ ഇപ്പോൾ 1 വർഷത്തിലേറെയായി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ കേസുകളൊക്കെ തന്നെ ഉണ്ടാവുന്നത്.
പോലീസ് സ്റ്റേഷനിലെ വണ്ടി കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകൾ അതിനുശേഷമാണ്. താങ്കൾ ഈ സൂചിപ്പിച്ച ആശുപത്രി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ അതിനുശേഷമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ പൊതു സമൂഹത്തിൽ ഈ തരത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു രാഷ്ട്രീയ തണൽ ആവശ്യമാണ്. വളരെ കൃത്യമായി BJP ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അവരെ പാർട്ടിയിൽ നിന്ന് മുഴുവൻ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് തന്നെ പാർട്ടി വളരെ കൃത്യമായി ജില്ലാ അധ്യക്ഷൻ അത് കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് പത്രമാധ്യമങ്ങളോട് അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. ഈ പറയുന്ന ആളും ചലഞ്ച് ചെയ്തിട്ടില്ല. ഏതാണ്ട് ഒരു വർഷത്തിലേറെ കാലമായി പാർട്ടിയുമായി BJPയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ 3 പേർ എന്ന് പറയുന്നത്. അതിൽ 2 പേരാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ സംഭവിച്ചതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPMലെ ഉൾപ്പോരുകളാണ്. ഇന്നിപ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ച ആരോഗ്യമന്ത്രി പ്രതി കരുതുന്നുണ്ടോ? ആരോഗ്യമന്ത്രി മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയുടെ ഉള്ളിൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ പോലും പറയുന്നത് ഈ മന്ത്രിയെ പാർട്ടി യോഗങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുന്നവർ കണ്ടിട്ടില്ല. മുഷ്ടി ചുരുട്ടി CPMന് മുദ്രാവാക്യം വിളിക്കുന്ന ഈ മന്ത്രിയെ പാർട്ടി അണികൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു വിഭാഗം CPM, ഞാൻ വിദ്യാർത്ഥിയായി എന്ന കാലഘട്ടം തൊട്ട് ABPയുടെ പ്രവർത്തകനായിരിക്കുന്ന കാലം തൊട്ട് എനിക്ക് പരിചയമുള്ള ധാരാളം SFIയുടെ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഇന്ന് പാർട്ടിയുടെ ചുമതലയിലുണ്ട് പത്തനംതിട്ടയിൽ. അവർക്ക് പോലും ഇത് അംഗീകരിക്കാൻ സാധിക്കും. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ശരി, അവർക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും. ശരി, പത്തനംതിട്ടയിൽ വിഭാഗീയത ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള കാര്യം ശരിയാണ്. മലയാലപ്പുഴയിൽ 2 വിഭാഗമായി തന്നെ CPMൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വ്യക്തിപരമായ വിഷയങ്ങളിലായിരുന്നു എന്നുള്ളതും പ്രധാനമാണ്. CPM ഇല്ല. നമുക്ക് CPMന്റെ ഭാഗം പറയാൻ ശ്രീ M ജയചന്ദ്രനാണ്. ശ്രീ M ജയചന്ദ്രൻ, ഇപ്പോൾ ഷാജി രാഘവൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഭരണത്തിന്റെ തണലിൽ നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പോയ ഒരു സംഘം, അതിൽ ക്രിമിനലുകളുടെ ഒരു വലിയ കൂട്ടമുണ്ട്. ഇപ്പോൾ ശരൺ ചന്ദ്രനെ പാർട്ടിയിലേക്ക് എടുത്തപ്പോൾ കാപ്പ കേസ് ആയിരുന്നു എന്നുള്ള കാര്യം പോലീസ് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ അവിടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ, ഉദയഭാനുവിൻ്റെ പ്രതികരണം. കാപ്പ കേസ് രാഷ്ട്രീയക്കാർക്കെതിരെ എടുക്കുന്നത് ശരിയല്ല എന്ന പ്രതികരണം വരെ അദ്ദേഹം നടത്തി. മാത്രമല്ല, അത് BJPയുടെ ഭാഗമായിരുന്നപ്പോൾ, യുവമോർച്ചയുടെ ഭാഗമായിരുന്നപ്പോൾ ചെയ്ത ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്, ഇപ്പോൾ പരിശുദ്ധനായി വരുന്നു എന്നും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ യദു കൃഷ്ണൻ എന്നൊരു യുവാവിനെ എക്സൈസ് പിടികൂടിയത് കഞ്ചാവ് കൈവശം വെച്ചതിനാണ്. കഞ്ചാവ് കൈവശം വയ്ക്കുന്നു, അത് വലിക്കാനുള്ള ഹുക്കയടക്കമാണ് ഇയാൾ പിടിയിലായത്. അപ്പോൾ പറയുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥന് യുവമോർച്ച ബന്ധം. എന്താണിത്? ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ യദുകൃഷ്ണൻ യദുകൃഷ്ണൻ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ ഞാൻ ആ കാര്യം വിശദമായി അന്വേഷിച്ച ഒരാളാണ്. എനിക്ക് എൻ്റെ ബോധ്യത്തിൽ വന്ന കാര്യങ്ങളാണ് എനിക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിയുക. അത് പ്രകാരം പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാൻ കഴിയുന്നത് യദുകൃഷ്ണൻ്റെ കഥ ഒരു നുണക്കഥയാണ് വലിയൊരു പരിധിവരെ. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഈ പ്രശ്നമുണ്ടാവുന്നത് 8-ാം തീയതിയാണ്, ഈ തിങ്കളാഴ്ച വൈകുന്നേരം 6:30-ക്കാണ് കുമ്പഴ എന്ന സ്ഥലത്ത് അവിടെ ഒരു വയലിൽ ഇയാളും ഈ യദുകൃഷ്ണനും 4-5 കൂട്ടുകാരും ഇരിക്കുമ്പോഴാണ് ഇരുന്നവർ മദ്യപിക്കുകയാണ്. അപ്പോഴാണ് 2 എക്സൈസ് ഉദ്യോഗസ്ഥർ ബൈക്കിൽ അവിടെ എത്തുന്നത്. ഒരു മാജിക് കണ്ണൻ, അയാൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് അന്വേഷിച്ചാണ് അവിടെ അവരെത്തുന്നത്. ഇല്ല. അപ്പോഴീ യദുകൃഷ്ണൻ്റെ അടുത്തെത്തിയിട്ട് പേരെന്താണെന്ന് ചോദിക്കുന്നു. യദുകൃഷ്ണൻ ആണെന്ന് പറയുന്നു. എല്ലാവരുടെയും ദേഹപരിശോധന പോലീസ് അപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊതുസ്ഥലത്ത് നിന്ന് മദ്യപിച്ചതിന് കേസെടുക്കും, എക്സൈസ് ഓഫീസിലേക്ക് വരണം. അപ്പോൾ ഇയാൾ പറയുന്നു, ഇത് പൊതുസ്ഥലമല്ലല്ലോ, ഇത് നടവഴിയൊന്നുമല്ല, പൊതുവഴിയൊന്നുമല്ല, ഇവിടെ ഞങ്ങൾ കൂടിയിരുന്ന് വെള്ളമടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് വെള്ളിയാഴ്ച മാലയിട്ട് സ്വീകരിക്കപ്പെട്ട ശേഷം അതുകൂടെ പറയൂ. വെള്ളിയാഴ്ച മാലയിട്ട് വെള്ളിയാഴ്ച മാലയിട്ട് പുതിയ പാർട്ടിയിലേക്ക് അദ്ദേഹം എത്തുന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഈ പരിപാടി. അല്ല, അത് പറഞ്ഞല്ലോ, അത് ഇതിന്റെ തുടക്കത്തിൽ സ്മൃതിയും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ അത് അക്നോളജി അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ചോദിച്ചത്. അല്ല എൻ്റേതായ ഒരു അക്നോളജ്മെന്റ് കൂടി വന്നിട്ട് വേണ്ടല്ലോ ലോകത്തിനായ യാഥാർത്ഥ്യം അറിയാൻ. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. താങ്കൾ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അതുകൂടെ പറയുന്നു. വെള്ളിയാഴ്ച CPMലേക്ക് മാലയിട്ട് സ്വീകരിക്കപ്പെട്ട ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് ഈ 22-കാരനായ യദുകൃഷ്ണൻ.
അപ്പോൾ എന്നിട്ട് ഇവരെ ഇയാളെ നേരെ കാതോലിക് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് പിന്നെ സ്വന്തം ജാമ്യത്തിൽ ഇയാളെ വിടുന്നു. അപ്പോൾ കഞ്ചാവ് കേസും ഇല്ല, പൈപ്പ് കേസും ഇല്ല, ഒന്നുമില്ല. സ്വന്തം ജാമ്യത്തിൽ പോവുകയാണ്. അത് കഴിഞ്ഞ് 9-ാം തീയതിയും പ്രശ്നങ്ങളൊന്നുമില്ല. 10-ാം തീയതിയാണ് മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ചും പിന്നെ ചാനലുകളിൽ ഈ വാർത്ത പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഇന്നലെ വരുന്നു, 2 ഗ്രാം കഞ്ചാവിൻ്റെ കേസ് വരുന്നു, ഇതൊക്കെ വരുന്നു. അപ്പോൾ ഈ ഇന്നലെ തന്നെ എക്സൈസ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും ഇയാൾ യദുകൃഷ്ണൻ പരാതി കൊടുക്കുന്നുണ്ട്. ഇന്നോളം താൻ ഒരു കേസിലും പ്രതിയായിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു കേസിൽ പ്രതിയാവുന്നത്. എക്സൈസിൻ്റെ കേസിലാണ് പ്രതിയായിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അബ്ദുൾ അസീസും സുൽഫിക്കറിനും പേരുള്ള 2 എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളും പറയുന്നുണ്ട്. എക്സൈസ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും ഇന്നലെ പരാതി കൊടുത്തു, ഇന്ന് പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ പിന്നെ അവിടെ ചെന്ന് ഈ പിടിക്കുമ്പോഴോ ദേഹപരിശോധന നടത്തുമ്പോഴോ പിന്നീട് ബാക്കിയുള്ള പെട്രോളിംഗ് സംഘത്തിനെ വിളിച്ചു വരുത്തുമ്പോഴോ എക്സൈസ് ഓഫീസിൽ കൊണ്ടുപോകുമ്പോഴോ ഒന്നും കഞ്ചാവ് വിഷയമില്ല. അതായത് ശ്രീ ജയചന്ദ്രൻ പിന്നീട് അസീസിന് തോന്നുകയാണ് കഞ്ചാവ് കൂടി അങ്ങ് പിടിപ്പിക്കാം, കഞ്ചാവ് കേസും കൂടി പിടിപ്പിക്കാം. അപ്പോൾ അസീസിന് യുവമോർച്ചയുമായിട്ട് ബന്ധം, അതിനിടയ്ക്ക് യുവമോർച്ചക്കാർ ബന്ധപ്പെടുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് പിന്നീട് ഉണ്ടായത് അല്ലേ? അല്ല, അങ്ങനെ അസീസിന് തോന്നുകയല്ല, ഒരു വെളിപാടുണ്ടാവുകയുമല്ല. വെറുതെ പറ്റില്ലല്ലോ, ഇതിനൊക്കെ തെളിവ് വേണ്ടേ? എക്സൈസ് ഈ സാധനം പിടിച്ച തെളിവുണ്ടാക്കണ്ടേ? ഇവര് പിന്നെ ദേഹപരിശോധന നടത്തി കുപ്പിയൊന്നും കണ്ടെത്തിയില്ല, അന്നേരം കഞ്ചാവും കണ്ടെത്തിയില്ല. ഇത് അവിടെ ചെന്നിട്ട് പെറ്റി കേസ് ചാർജ് ചെയ്യാനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. എക്സൈസ് കമ്മീഷണർക്ക് അസീസ് നൽകിയ റിപ്പോർട്ടിൽ ശ്രീ ജയചന്ദ്രൻ കഞ്ചാവും 2 ഗ്രാം കഞ്ചാവേ ഉള്ളൂ, 2 ഗ്രാം കഞ്ചാവല്ലേ ഉള്ളൂ എന്ന വാദം പാർട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കഞ്ചാവേ ഇല്ല എന്ന് പറയാം. അപ്പോൾ കഞ്ചാവും പിടികൂടി, കഞ്ചാവ് വലിക്കാനുള്ള ഹുക്കയും ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ എന്നാണ് പറയുന്നത്. 22 വയസ്സുള്ള പയ്യനാണ്. എന്നാൽ പോലും പാർട്ടിയിലേക്ക് ആരെയൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. ഒരു മിനിറ്റ് ശ്രീ ജയചന്ദ്രൻ, അവിടെയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി എക്സൈസ് ഉദ്യോഗസ്ഥന് തന്റെ വാദം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരികയാണ്. താൻ സർക്കാരിന്റെ മെഡൽ വാങ്ങിയ ഉദ്യോഗസ്ഥരാണെന്ന് പറയേണ്ടി വരികയാണ്. അല്ല, അതുകൊണ്ടെന്താണ് അദ്ദേഹം മെഡൽ വാങ്ങിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു കേസ് കെട്ടിച്ചമച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് അത്ര ഒരു വാദം ഉപയോഗിച്ചുകൂടാ എന്ന് ആരും പറയുന്നില്ലല്ലോ. ശരി, അതൊക്കെ പറഞ്ഞോട്ടെ, അതല്ലല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞതല്ല. ഇങ്ങനെ എക്സൈസ് കമ്മീഷൻ എടുത്തൊന്നും ഇത്തരം താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ വിശദീകരണമൊന്നും ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ അറിവിലും എങ്ങനെയാണ് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നത്? അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? എക്സൈസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ടോ? രാഷ്ട്രീയ ബന്ധം ആരോപിക്കാം, പക്ഷെ അദ്ദേഹം മിണ്ടാതെ അവിടെ ഇരിക്കണം. അല്ല, ഹയറാർക്കി ഇല്ലേ ഇത്? ഒരു സേനയിൽ ഒരു എക്സൈസ് സ്റ്റാഫിന് നേരെ കമ്മീഷണറുടേക്ക് വിശദീകരണം കൊടുക്കാനുള്ള എന്ത് അധികാരമാണ് ആ ഹയറാർക്കിയിൽ ഉള്ളത്? എന്നിട്ട് പറയുകയാണ്, പ്രചരിപ്പിക്കുകയാണ്, എക്സൈസ് കമ്മീഷണർക്ക് അസീസ് വിശദീകരണം കൊടുത്തു. ശരി, അത് ഞാൻ അങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങിക്കോണമെന്ന് പറഞ്ഞാൽ എനിക്കത് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹയറാർക്കി ഇല്ലെന്ന് ചോദിച്ചത്. നല്ല ന്യായീകരണങ്ങളാണ്. ശ്രീ പഴകുളം മധു, എത്രത്തോളം ദഹിക്കുന്നുണ്ട് ഈ വാദങ്ങൾ? ഇപ്പോൾ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞതിൻ്റെ ആ വാദത്തിൻ്റെ കുറച്ചുകൂടി വിശദീകരിച്ച രൂപമാണ് ശ്രീ ജയേന്ദ്രൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അസീസ് എന്ന ഉദ്യോഗസ്ഥൻ്റെ BJP ബന്ധം, അയാൾ വേറെ ഏതോ ഒരു പ്രതിയെ തെരഞ്ഞു പോകുന്നു, അതിനിടയ്ക്ക് യദു കയ്യിൽപ്പെടുന്നു. യദു ബന്ധമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നെ പറ്റി ഇല്ലാത്ത കാര്യം ദയവായി പറയാതിരിക്കൂ. എങ്ങനെ? ഞാൻ പറഞ്ഞിട്ടില്ല അയാളുടെ BJP ബന്ധമൊന്നും. അല്ല, എന്ത് ബന്ധമാണ്? പിന്നെ ആ ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം എന്താണ്? ഈ അബ്ദുൾ അസീസിന്റെയോ അല്ല, ഞാൻ തന്നോട് താങ്കൾ CPM ഉന്നയിച്ചതാണ്, CPM ഉന്നയിച്ച വാദം അതാണ്. അപ്പോൾ താങ്കൾ എന്താണ് പറഞ്ഞു വന്നത്? എന്താണ് ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം? അതെന്നോട് ചോദിച്ചില്ല, ഇപ്പോഴല്ലേ ചോദിക്കുന്നത്? പറയാം. അത് പിന്നെ ഇയാൾ BJP ബന്ധമുള്ള ആളാണെന്ന് എനിക്ക് എന്റെ ബോധ്യത്തിൽ വന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്ക് പക്ഷെ മറ്റേ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, ഉണ്ടെന്ന് കേൾക്കുന്നുമുണ്ട്. എനിക്കതിന് തെളിവൊന്നുമില്ല. ഇയാൾ BJP ബന്ധമുള്ള ആളാണെന്നോ കോൺഗ്രസ് ബന്ധമുള്ള ആളാണെന്നോ ഉദ്യോഗസ്ഥന്റെ താല്പര്യം എന്താണ് കള്ളക്കേസ് ഉണ്ടാക്കുന്നതിൽ? ശ്രീ ജയചന്ദ്രൻ, ഉദ്യോഗസ്ഥന്റെ താല്പര്യം എന്താണ് കള്ളക്കേസ് ഉണ്ടാക്കുന്നതിൽ? അന്വേഷിക്കാം. അതെന്ന് യദുകൃഷ്ണൻ ഈ കേസ് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ എക്സൈസ് കമ്മീഷണറോട്, ഡെപ്യൂട്ടി കമ്മീഷണറോട് ആവശ്യപ്പെടുന്നുണ്ട്. അവരത് പുനരന്വേഷിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കാണാനിരിക്കുന്നു. അതല്ല യദുകൃഷ്ണൻ കുറ്റവാളിയാണെന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നടപടികളായിട്ട് മുമ്പോട്ട് പോകും.
ആ കേസിൽ അങ്ങനെ പോകാവൂ, നിയമപരമായി തന്നെ പോയാൽ മതി. അല്ലാതെ ഞാൻ ഇയാൾ കോൺഗ്രസ് ആണെന്നോ BJP ആണെന്നോ യുവമോർച്ച ആണെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. ശരി, ശ്രീ ഇപ്പോൾ MV സഞ്ജു നേരത്തെ നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞ ഒരു കാര്യം, 62 പേർ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു, BJPയിൽ നിന്നും യുവമോർച്ചയിൽ നിന്നൊക്കെ ആയി 62 പേർ വന്നിരിക്കുന്നു. ഈ 62 പേർക്കെതിരെയും ഈ തരത്തിൽ പല ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതായിരിക്കും ഫലം എന്ന് കാണിക്കാൻ വേണ്ടി അസീസ് എന്ന ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് കെട്ടിച്ചമച്ച കേസ്. പത്തനംതിട്ടയിലെ CPM പാർട്ടിക്കകത്ത് കഴിഞ്ഞ കുറേ നാളുകളായി പുകഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ചില അധാർമിക പ്രവർത്തികളുടെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്ന ഈ നാടകങ്ങളെല്ലാം. കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഭരണഘടന പ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി, വളരെ മോശമായ ചില പശ്ചാത്തലമുള്ള ആൾക്കാരെ മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. അവർ വന്നതിന് ശേഷം അവരുടെ ഓരോരോ മുൻകാല ചെയ്തികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ CPM പാർട്ടിക്ക് വന്ന അപജയത്തിൻ്റെ ഏറ്റവും ചീഞ്ഞ മുഖമാണ് പത്തനംതിട്ടയിലെ CPM. അവർക്ക് ഏത് അഴിമതിക്കാരെയും ഏത് കൊള്ളരുതാത്തവരെയും പാർട്ടിയിൽ സ്വീകരിക്കുന്നതിനും അവരെ വെള്ളപൂശുന്നതിനും യാതൊരു മടിയുമില്ല. ഇപ്പോൾ CPMന് വേണ്ടി സംസാരിച്ച ശ്രീ ജയചന്ദ്രൻ, സത്യത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് CPM പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് സ്വമേധയാ പറയുന്നതായിരിക്കാം, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ എത്ര മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ്, എത്ര മോശമായിട്ടുള്ളൊരു കേസിലാണ് ഇവരൊക്കെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നത്. കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഉപകരണവുമായിട്ട് ഒരാളെ പിടിക്കപ്പെടുന്നു. അയാൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പിൽ കേരളത്തിൻ്റെ ഒരു മന്ത്രിയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും എല്ലാം അടങ്ങുന്ന സംഘം മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മറ്റൊരു പാർട്ടിയിൽ നിന്നും ഈ പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരാണ്. അവരുടെ ചെയ്തികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ 2 ഗ്രാം കഞ്ചാവ് എന്തിനാണ് കൊടുക്കാനാണെങ്കിൽ ഈ എക്സൈസുകാരൻ പിടിക്കുന്നത്? 20 ഗ്രാം കഞ്ചാവ് പിടിപ്പിച്ചുകൂടെ? എന്തിനാണ് 2 ഗ്രാം മാത്രം പിടിപ്പിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ യഥാർത്ഥമായി നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അയാളുടെ യുവമോർച്ച ബന്ധം, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ആ ബന്ധത്തെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇത്തരം കേസുകൾ ഉത്ഭവിക്കുമ്പോൾ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിനും കുറ്റവാളികളെ വെള്ളപൂശുന്നതിനും വളരെ വൃഥാശ്രമം നടത്തുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ CPM പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ അസാൻമാർഗിക പ്രവർത്തികളിലും CPMനൊരു പങ്കുണ്ട്. ആ പങ്കിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർക്ക് ഓരോരോ തൊടുന്യായങ്ങളുമുണ്ട്. ഈ പത്തനംതിട്ടയിലെ പാർട്ടി പറയുന്ന ന്യായങ്ങളെല്ലാം അത്തരം ന്യായങ്ങളാണ്. സത്യത്തിൽ യദുകൃഷ്ണനെ കഞ്ചാവുമായി പിടികൂടി, അയാൾ വലിക്കുന്ന ഉപകരണവും കണ്ടെന്ന് പറയുന്നു. അയാൾക്കെതിരെ കേസെടുത്താൽ CPM പാർട്ടി എന്തിനാണ് ഇത്ര ഹാലിളകി അയാളെ സംരക്ഷിക്കാൻ പോകുന്നത്? ഒരു മന്ത്രി എന്തിനാണ് സംരക്ഷിക്കാൻ പോകുന്നത്? എല്ലാ പാർട്ടികളെയും എല്ലാ അംഗങ്ങളും ഒരു കുറ്റവും ചെയ്യാത്തവരാണോ? കുറ്റം ചെയ്ത് കണ്ടുപിടിച്ചാൽ ആ പാർട്ടി അംഗത്തെ മാറ്റി നിർത്തുക, പുറത്താക്കുക, ശിക്ഷ നടപടി സ്വീകരിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടതിന് പകരം എല്ലാ ക്രിമിനൽ പ്രവൃത്തികളെയും സംരക്ഷിക്കുന്ന ഒരു അധോലോക സംസ്കാരമാണ് പത്തനംതിട്ടയിലെ CPM പാർട്ടിയെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര ദയനീയമായൊരു പരാജയം അവർക്കുണ്ടായത്. എല്ലാ പാർട്ടിയിൽ നിന്ന് അവർ ആളിനെ CPMലേക്ക് ചേർക്കുകയാണ്. ഇവർ ചേർക്കുന്ന എണ്ണം ഇപ്പോൾ CPMയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ പറയുകയുണ്ടായി. പക്ഷേ 65,000 70,000 വോട്ടിനാണ് ഇവർ ഈ ജില്ലയിൽ തോറ്റുപോയത് എന്ന കാര്യം അവർ വിസ്മരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഓരോ ചെയ്തികളും ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ CPM പാർട്ടിയുടെ ഒരു റിപ്ലിക്കയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു മുഖമാണ് പത്തനംതിട്ടയിൽ. അതിൻ്റെ ഏറ്റവും ചീഞ്ഞ മുഖമാണ് പത്തനംതിട്ടയിലെ CPM പാർട്ടി. 5 അസംബ്ലി മണ്ഡലങ്ങളും ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നകളിച്ചും അഹങ്കരിച്ചും ഈ ജില്ലയിലെ സഹകരണ സംഘങ്ങൾ മദ്യലഹരി മാഫിയ ഇറക്കി പിടിച്ചെടുത്ത് എല്ലാം തങ്ങളുടെ കാൽച്ചുവട്ടിലായി എന്ന് അഹങ്കരിക്കുന്ന ഒരു നേതൃത്വമാണ് ഈ ജില്ലയിലെ CPM പാർട്ടിക്കുള്ളത്. ആ നേതൃത്വം ഒരു മന്ത്രിയെ ഉപയോഗപ്പെടുത്തി, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി, ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാനും അവരെ പിന്തുണയ്ക്കാനും അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാനുമൊക്കെ കേരളത്തിൻ്റെ ലഹരി വിരുദ്ധ കാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തന്നെ രംഗത്ത് വരിക, അവർ ഇത്തരം ആൾക്കാർക്ക് വേണ്ടി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുക, ഇതൊക്കെ എന്ത് അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തെവിടെയാണ് ഇതൊക്കെ കാണാൻ കഴിയുക? പത്തനംതിട്ടയിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ CPM പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ CPM പാർട്ടിക്കുണ്ടായിട്ടുള്ള അപജയത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള അപജയം ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടിയാണ് പത്തനംതിട്ടയിലെ CPM പാർട്ടി. ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന
ഒട്ടേറെ സംഭവങ്ങൾ, ഒട്ടേറെ പ്രശ്നങ്ങൾ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇത്ര ദയനീയമായ പരാജയം പത്തനംതിട്ട ജില്ലയിൽ അവർക്കുണ്ടായത്. ഇപ്പൊ CPM-ന്റെ ആരും ഇതിൽ വന്നില്ലല്ലോ. CPM-ന്റെ നേതാവ് എന്താണ് ഇവിടെ വന്ന് ഈ ചർച്ചയിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇതിനെ ന്യായീകരിക്കുകയാണ്. ഈ പ്രതികൾ, കാപ്പ പ്രതികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ, അവർ ഇതുവരെ BJP-യിലായിരുന്നു. ഈ രണ്ട് പാർട്ടികളും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല. പക്ഷേ ഇപ്പൊ കേരളത്തിൽ CPM പാർട്ടിയാണ് അതിൽ ഏറ്റവും ഭീകരമായ മുഖമായി നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം കേസിലെ പ്രതികളെ പാർട്ടിയിലെ കൊണ്ടുവരാൻ ഭരണഘടന സത്യപ്രതിജ്ഞ അധികാരം ഏറ്റ ഒരു മന്ത്രി തയ്യാറായി. അവർ ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായൊരു നടപടിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മറ്റ് നേതാക്കന്മാരും അവരെ പിന്തുണയ്ക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ CPM പാർട്ടിക്കകത്ത് നടക്കുന്ന തമ്മിലടിയും കുതികാൽ വെട്ടുമാണ് ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം അതാണ്. CPM പാർട്ടി തമ്മിലടിച്ച് തലതല്ലി കീറുകയാണ്. എല്ലാ പാർട്ടിയും ആളുകളെ പിടിച്ചു. ഞങ്ങൾ ഈ ജില്ല മൊത്തം കൈയടക്കി പിടിച്ചെടുത്തു. സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം ക്രിമിനലുകളെ ഉപയോഗപ്പെടുത്തിയാണ്. ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന സഹകരണ സംഘങ്ങൾ CPM പാർട്ടി വാടക ഗുണ്ടകളെയും ക്രിമിനലുകളെയും ലഹരി മാഫിയകളെയും വിലക്കെടുത്ത് സഹകരണ സംഘത്തിലേക്ക് വന്ന് അവിടെ വോട്ട് ചെയ്യാൻ വരുന്നവരെ അടിച്ചോടിച്ച് ജനാധിപത്യം പിടിച്ചെടുക്കുന്ന രീതിയാണ്. ഇത്തരം ആൾക്കാരെ അവർക്ക് ആവശ്യമുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വമായ അയാളെ പഴിചാരി അയാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്തിനാണ് ഈ CPM പാർട്ടി ഈ വൃത്തികളെ കാണിക്കുക എന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. ശരി, അതുകൊണ്ട് ഈ ജില്ലയിലൊരു മന്ത്രി ഇതിന് മറുപടി പറയണം. പത്തനംതിട്ടയിലെ മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അവർ മുദ്രാവാക്യം വിളിച്ചു, അവർ സ്വീകരിച്ചു. അഭിമാന പുളകത്തോടെ അവർ നിന്ന ചിത്രം നമ്മളെല്ലാം കണ്ടതാണ്. അവരാണ് മറുപടി പറയേണ്ടത്. ആരെയാണ് അവർ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്? അവരുടെ പശ്ചാത്തലം എന്താണ്? പത്തനംതിട്ടയിലെ CPM പാർട്ടിക്ക് ഈ നെസസിറ്റി? 5 അസംബ്ലി മണ്ഡലങ്ങളും ഇവർ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ. ഈ സ്ഥലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് CPM പാർട്ടി പരാജയപ്പെട്ടത്, തകർന്നത്? ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് ഈ നേതാക്കന്മാരുടെ ചെയ്തികളാണ്, കൊള്ളരുതായ്മകളാണ്. ജനങ്ങൾ കാണുന്നുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ കാഴ്ചയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കാൻ പോകുന്നത്. ശരി, ശ്രീ കെ ഷാജി, ഇപ്പോൾ ക്രിമിനലുകളെ വച്ചു പൊറുപ്പിക്കില്ല പാർട്ടിയിൽ, കള പറിച്ചു കളയും എന്നുള്ളത് പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ CPIM തിരുത്തൽ നടത്താനുള്ള നടപടികളിലേക്ക് കടക്കുന്ന ഒരു പ്രത്യേക ഘട്ടം കൂടിയാണ്. ഇതിനിടയിലാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്തകളെയും അതിനുശേഷം നേതാക്കൾ നടത്തിയ ന്യായീകരണങ്ങളെയും താങ്കൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നമ്മൾ നോക്കുക, ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രി മാത്രം മറുപടി പറയണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ശരിക്കും മറുപടി പറയേണ്ടത് എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ MB രാജേഷാണ്. കാരണം വലിയൊരു ആരോപണമാണ് ഇപ്പോൾ CPM-ന്റെ നേതാക്കളും പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ആളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ കഞ്ചാവ് വലിക്കുന്ന ഹുക്കയും ചേർത്ത് കള്ളക്കേസിൽ പിടിച്ചുകൊണ്ടുവന്നു എന്നൊരു ആരോപണം വരികയാണ്. ഈ ആരോപണത്തിൽ ന്യായമായിട്ടും അത് എത്തിച്ചേരുന്നതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ സംസ്ഥാനത്തിൻ്റെ എക്സൈസ് മന്ത്രിക്കാണ്. അദ്ദേഹം പറയണം, ഈ പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇതിൽ കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ, ആരുടെയും സമ്മർദ്ദത്തിന് വിധേയനായിട്ടുണ്ടോ, മറ്റേതെങ്കിലും ശത്രു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ട് അല്ലെ അവരുടെ ഇംഗിതമനുസരിച്ച് അല്ലെ അവരുടെ താല്പര്യമനുസരിച്ച് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ഈ കേരള സംസ്ഥാനത്തിൻ്റെ എക്സൈസ് മന്ത്രിക്കുണ്ട്. അല്ലാതെ ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇനി നമ്മളൊന്ന് നോക്കുക, CPM-ലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് ആദ്യമായിട്ടല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ TK ഹംസയെ പോലുള്ള ആളുകൾ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ലോരപ്പൻ നമ്പാടിനെ പോലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് KT ജലീൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പല കാലഘട്ടങ്ങളിലായി പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി CPM-ലേക്ക് വരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ തന്നെ ഈ ചർച്ചയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 20-21 വയസ്സുള്ള ഒരു യുവാവ് ആ ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നു. ഒരു വർഗീയ പാർട്ടിയുടെ നേതാവ് ഗുണ്ടയായി ഉയർത്തപ്പെടുന്നു. ഒപ്പം തന്നെ ആശുപത്രിയിൽ പോയ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതിന് വരെ കേസിലാകുന്നു, കാപ്പ ചുമത്തപ്പെടുന്നു. അങ്ങനെ സ്തുത്യർഹമായ ഒരു ക്രിമിനൽ ജീവിതം നയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ച് ഒരു വലിയ വിപ്ലവ പാർട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ പാർട്ടിയുടെ ഏറ്റവും വലിയ കേരളത്തിലെ ഒരു ധാർമ്മികതയൊക്കെ ഉയർത്തപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നത്, മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ ഈ കഞ്ചാവ് കേസിൽ പ്രതിയാകുന്നത്. എന്തു തരത്തിലുള്ള ആവശ്യത്തിനായിരിക്കും ഇദ്ദേഹത്തെ ഈ CPM എന്ന് പറയുന്ന പാർട്ടി BJP ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവുക?
അങ്ങനെ ഒരാൾ ഒരു വർഗീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പരിവർത്തനം വന്നതുകൊണ്ടാണോ, അയാൾക്ക് എന്തെങ്കിലും വിപ്ലവകരമായ ആശയാടിത്തറ ഉണ്ടായതിന്റെ മുകളിലാണ് അദ്ദേഹം കൊണ്ട് വന്നിട്ടുണ്ടാവുക? അതോ ഒരു വളരെ ചുരുങ്ങിയ പ്രായം കൊണ്ട് ഒരു വലിയ ഗുണ്ടയായി അറിയപ്പെടുന്ന ഒരുപാട് ക്രിമിനൽ കേസിൽ 22 വയസ്സുള്ള യദുകൃഷ്ണൻ കഞ്ചാവ് കേസിൽ പ്രതി, ഈ ശരൺചന്ദ്രന്റെ പ്രായം 22 ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. കാപ്പ കേസ് പ്രതി വേറെ ആളാണല്ലോ. അതെ അതെ, അപ്പോൾ രണ്ടാളാണ്. എങ്കിൽ തന്നെ ഈ ആളുകളെ എല്ലാം കൊണ്ടുവരുമ്പോൾ പത്തനംതിട്ട പോലെ ജില്ലയിൽ പാർട്ടിക്ക് ഗുണ്ടകളുടെ ഒരു കുറവ് നേരിടുന്നത് കൊണ്ടായിരിക്കുമോ പാർട്ടി കൊണ്ടുവന്നതെന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ തെറ്റുതിരുത്തലുകളിലൂടെ പാർട്ടി കടന്നു പോകുന്നു, പാർട്ടി ഒരുപാട് ചർച്ച ചെയ്യുന്നു, സ്വയം വിമർശനത്തിന് തയ്യാറാകുന്നു, നേതാക്കന്മാർ തന്നെ പേര് വെച്ചുകൊണ്ട് ആത്മവിമർശനപരമായി ലേഖനങ്ങൾ എഴുതുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ആ തെറ്റിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ഒരു അപൂർവത ഇന്നും ഈ CPM ലുണ്ട്. ആ പാർട്ടി അതേ സമയത്ത് തന്നെ വലിയ നിലയിൽ ഗുണ്ടകളെ റിക്രൂട്ട് ചെയ്യുകയാണ്. അതും വലിയ ക്രമസമാധാന പ്രശ്നങ്ങളില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ അടിയൊന്നും കാണാത്ത വലിയ പ്രശ്നങ്ങളില്ലാതെ ജനങ്ങൾ പരസമാധാനത്തോടെ ജീവിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് പാർട്ടി വ്യക്തമാക്കേണ്ടതുണ്ട്. അത് വ്യക്തമാക്കേണ്ട ആളുകൾ ഈ ചർച്ചയിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള ചർച്ചകളിൽ പോകുന്നില്ല എന്ന് പറയുന്നത് തന്നെ വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പം ഒരു പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറയുകയാണ് ഇക്കാര്യത്തിൽ ഒരാളെ കള്ളക്കേസ് സംസ്ഥാന എക്സൈസ് വകുപ്പിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കുടുക്കിയെന്ന് പറയുമ്പോൾ ആ വകുപ്പിന്റെ മന്ത്രിക്കെങ്കിലും അതിനകത്ത് മറുപടി പറയാൻ കഴിയണ്ടേ? എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ആളുകൾ ഒളിച്ചോടുന്നത്? അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളായി അന്തരീക്ഷത്തിൽ ശക്തമായി നിൽക്കുകയും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരേണ്ട ആളുകൾ ആ ഉത്തരം തരാതെ അവർ അധീരരായി ഒളിച്ചോടുകയും ചെയ്യുന്ന അവസ്ഥ. സൂചിപ്പിച്ചത് കണ്ടല്ലോ, എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പരസ്യ പ്രതികരണത്തിന്, തനിക്ക് രാഷ്ട്രീയ ബന്ധമില്ല എന്നൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിക്കൂടാ. അപ്പോൾ ഇവിടെ ഏതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഒരാളുടെ കയ്യിൽ കഞ്ചാവ് വലിക്കാനുള്ള ഹുക്കയും വെച്ചുകൊണ്ട് അയാൾ എക്സൈസ് വകുപ്പ് പിടിച്ചതാണോ, അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ മെറിറ്റിനെ കുറിച്ച് പിടിച്ച ഉദ്യോഗസ്ഥന്റെ പേരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞതാണോ കുഴപ്പം? നമ്മൾ ഈ സാങ്കേതികതയിൽ മാത്രം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു മെക്കാനിക്കൽ കൈൻഡ് ഓഫ് ഒരു ഗവേണൻസിലേക്ക് നമ്മൾ പോകും. എല്ലാം യാന്ത്രികമായിരിക്കും. റൂൾ ബുക്ക് മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയമുണ്ട്, മനുഷ്യന്റെ നീതിബോധമുണ്ട്, മനുഷ്യന്റെ സംസ്കാരമുണ്ട്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് അയാളുടെ ഭാഗം അയാളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് പ്രതികരിക്കേണ്ടി വരില്ലേ? എൻ്റെ ഭാഗം ശരിയാണെന്ന് പറയണ്ടേ? എനിക്ക് അവാർഡ് കിട്ടിയിട്ട് അയാൾ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അപ്പൊ ഇവിടെ ഒരു നിയമം നടപ്പിലാക്കാൻ ഇറങ്ങിയ ഒരാള് എന്തായാലും ഇവിടെ പറഞ്ഞല്ലോ, അവർ പരസ്യമായി മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥലത്ത് യാദൃശ്ചികമായി മറ്റെങ്ങോട്ടോ പോയ എക്സൈസ് പാർട്ടി എത്തിയെന്നുള്ളതാണല്ലോ. അങ്ങനെ പരസ്യമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? അപ്പൊ ഇവിടെ തെറ്റ് ചെയ്ത ആളുകൾക്കെതിരെ നടപടിയെടുത്ത ഒരു ഉദ്യോഗസ്ഥരെ മോശമാക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർ സ്വന്തം ഭാഗം പറയാനുള്ള അവകാശമോ അതിനുള്ള സ്വാതന്ത്ര്യമോ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജനാധിപത്യത്തിന് എന്താ അർത്ഥമുള്ളത്? ഇതുവരെ ജനാധിപത്യമാണോ? എന്താ പറയുക, രാഷ്ട്രീയക്കാർ മാത്രം പ്രസംഗിച്ചാൽ മതിയല്ലോ, രാഷ്ട്രീയക്കാർ മാത്രം പ്രതികരിച്ചാൽ മതിയല്ലോ. ഈ സാങ്കേതികതയല്ല ഇതിന്റെ പ്രശ്നം, ഇതിന് ധാർമ്മികതയുടെയും കുറ്റകൃത്യത്തിന്റെ തീവ്രതയുടെയും പ്രശ്നമാണ്. ആ കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വെറും യാന്ത്രികത മാത്രം പറയുന്നതിൽ കാര്യമില്ല. ശരി, ശ്രീ ഷാജി രാഘവൻ, നിങ്ങൾ പാർട്ടിയിലേക്ക് ആളുകളെ എടുക്കുന്നതിന്റെ, റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഒരു മാനദണ്ഡം എന്താണ്? ഇപ്പോൾ CPM ൽ നിന്നൊരു നേതാവിനെ മാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഏനാത്ത മുൻ ലോക്കൽ സെക്രട്ടറിയെ BJP-യിലേക്ക് K. സുരേന്ദ്രൻ തന്നെ എത്തി സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ഷാജി രാഘവനോട് ചോദിക്കുന്നത്, ശ്രീ ഷാജി രാഘവൻ, അങ്ങനെ പാർട്ടിയിലേക്ക് ആളുകളെ CPM ൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു മാനദണ്ഡം എങ്ങനെയാണ്? ഇല്ല, BJP-യിലേക്ക് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സ്മൃതി ചൂണ്ടിക്കാണിച്ചത്. ആ ആളിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട മലയാലപ്പുഴയിലെ ആൾക്കാരെ പോലെ ആണോ ഇദ്ദേഹം എന്നുള്ളത് പത്തനംതിട്ടക്കാർക്കറിയാം. കാരണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വെറും ഏരിയ സെക്രട്ടറി മാത്രം, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാത്രമായിരുന്നില്ല അവർ SFIയുടെ അടൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, DYFIയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, അതുപോലെ തന്നെ കൊടുമൺ ഏരിയ പ്രസിഡൻ്റായിരുന്നു DYFIയുടെ, CITUവിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്, ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് നിരവധി പാർട്ടിയുടെ പദവികളിലിരിക്കുകയും പാർട്ടിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുകയും ചെയ്തിരുന്ന ആളാണ്. പാർട്ടിക്കുള്ളിൽ കുലംകുത്തികളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി മനം മടുത്തിട്ടാണ് അദ്ദേഹം BJP ചേർന്നിട്ടുള്ളത്.
മനമെടുത്ത് ബി ജെ പി പ്രാഥമികാംഗത്വം മാത്രമാണോ മനമെടുത്തെത്തുന്നവർക്ക്? എന്താണ് വാഗ്ദാനം? അല്ല, ബി ജെ പിയിൽ ധാരാളം പേര് വരുന്നുണ്ട്, ധാരാളം പേര്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട കേസൊന്നുമല്ല. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോഴും ഇന്നും ധാരാളം പേര് ഈ കേരളത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാകുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊന്നും അല്ല അവർ പാർട്ടിയിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സ്മൃതി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നിപ്പോൾ CPM നിന്നും വലിയ ഒഴുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-യിലുണ്ടായി. CPM മനം മടുത്ത സഖാക്കൾ ആർക്കാ വോട്ട് ചെയ്തത്, BJP-ക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള കാര്യത്തിൽ CPM പോലും സംശയമില്ല. അവരുടെ വിലയിരുത്തൽ പോലും അതാണ്. അത് CPM കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. ഞാനതാണ് തുടക്കത്തിലെ ചൂണ്ടിക്കാണിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പോലും പണ്ട് കാലത്ത് കണ്ണൂർ നിലനിന്നൊരു സംവിധാനമാണ്. പാർട്ടി എതിരാളികളെയും പാർട്ടിക്കുള്ളിലെ കൊലംകുത്തികളെയും അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഗുണ്ടകളെ കൂട്ടുപിടിക്കുന്ന, ഗുണ്ടകളെ പാർട്ടിയുടെ ഭാഗമായി കൊണ്ടു നടക്കുന്ന സമ്പ്രദായം. അത് CPM കണ്ണൂർ നടപ്പിലാക്കി, വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതി ഇന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നേ ഉള്ളൂ. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ മനസ്സിലാക്കിയത് ഈ AKG സെൻറ്ററിൽ നിന്ന് പോകുന്ന ക്യാപ്സൂളുകൾ സാധാരണ CPM അണികൾക്ക് മാത്രമേ. ഇവിടെ ഇടത് നിരീക്ഷകൻ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കൃത്യമായിട്ട് മാധ്യമ നിരീക്ഷകൻ പറഞ്ഞു, ശ്രീ ഷാജി സൂചിപ്പിച്ചു. കാരണം ഇന്നൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ മനഃപൂർവ്വമായി BJP-യോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരാളിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരാളെ കഞ്ചാവ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന് മറുപടി പറയേണ്ട ശ്രീ രാജേഷ് അല്ലേ, കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയല്ലേ? ഇത്ര പോലും സാമാന്യ ബോധമില്ലാതെ ഒരു കാര്യത്തെ പ്രതിരോധിക്കാൻ പ്രസ്താവനകൾ ഇറക്കുന്ന നിലവാരത്തിലേക്ക് പാർട്ടി തരം താണിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ ചെന്ന് എത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. ഇവരിന്ന് പുലിപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. ഈ പുലിപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ വലിയ സുഖമാണ്. ഈ സവാരി കഴിഞ്ഞ് ഇറങ്ങാൻ ഇവർക്ക് സാധിക്കില്ല. പുലിപ്പുറത്ത് കയറി സവാരി തുടങ്ങിയവൻ അതിൻ്റെ പുറത്തിരുന്ന് സവാരി ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതല്ലാതെ ഒരു തിരുത്തലും ഇവർക്ക് സാധിക്കില്ല. പുലിയുടെ പുറത്തുനിന്ന് ഇറങ്ങുന്ന സമയം അവൻ്റെ കഥ കഴിയും. അതാണ് പുലിപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ്റെ അനുഭവം. ഇന്ന് കേരളത്തിലെ CPM അവസ്ഥ ഇതാണ്. ഇന്ന് പാർട്ടിക്കുള്ളിലെ കുലംകൊത്തികളെയും പാർട്ടിയുടെ എതിരാളികളെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഗുണ്ടകളെയും ക്രിമിനലുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലും പത്തനംതിട്ട ജില്ലയിലും കണ്ണൂരും ഒക്കെ ഇവർ നടത്തുന്ന ഈ സമ്പ്രദായം അതുകൊണ്ടാണ് ഈ ഉപ്പ് വെച്ച കലം പോലെ ഈ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രൻ, ഈ കാപ്പ കേസ് പ്രതിയെയും കഞ്ചാവ് കേസ് പ്രതിയെ കൊണ്ടൊക്കെ പാർട്ടിക്ക് എന്താണ് ഗുണം എന്നുള്ള ചോദ്യം വരുന്നു. അതോടൊപ്പം തന്നെ ശ്രീ KA ഷാജി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, എക്സൈസ് മന്ത്രിയെയാണോ പാർട്ടി ചോദ്യം ചെയ്യുന്നത്? ഇവിടെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ CPM ഭാഗത്തു നിന്ന് അവർക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് ഉയർത്തിയിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ടല്ലോ. അതേസമയം എക്സൈസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ അസീസ് പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, എനിക്കങ്ങനെ ഇയാളുമായിട്ട് പ്രത്യേകം വൈരാഗ്യമൊന്നുമില്ല, അറിയുക പോലുമില്ല എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട്. ഇത് ആ ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് അതിന് പരിഹാരം തേടേണ്ടത്, അല്ലാതെ എക്സൈസ് മന്ത്രിയാണോ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്? ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തേക്ക് ആളുകൾ വരുന്ന വിഷയത്തിൽ അവിടെ BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ധൈര്യം കിട്ടുന്നത് എങ്ങനെയായിരിക്കും? എന്താണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? അല്ല, ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിച്ചു തന്നെ പറയാം. ഞാൻ ഈ എക്സൈസ് സ്റ്റാഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം BJP ആണെന്നോ യുവമോർച്ചയാണെന്നോ കോൺഗ്രസ് ആണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സ്മൃതി. പിന്നെന്തിനാണ് എൻ്റെ അടുത്തത് ചോദിക്കുന്നത്? പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, താങ്കൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഈ വിഷയം 8-ാം തീയതി സന്ധ്യയ്ക്ക് നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. 9-ാം തീയതി കാര്യം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ചെല്ലുന്നത് രാവിലെ? അതെങ്ങനെയാണ്? അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണക്ഷൻസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ വിവരം കൃത്യമായി എത്തിച്ചേരുമോ? അതൊക്കെ അന്വേഷണത്തിൽ വരട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അഭിപ്രായമൊന്നും പറയുന്നില്ല. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അവിടെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലാണ് ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ആദ്യം അറിയുന്നത് കേട്ടോ. മാധ്യമങ്ങൾ വരുന്നതിന് മുൻപ്, അച്ചടി മാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലാണ് വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് പറയട്ടെ. പിന്നെ ഈ CPM അവിടെ നശിച്ച് നാരായണക്കല്ല് പിടിച്ചു എന്നൊക്കെയാണ്, അതാ പാർട്ടി നോക്കിക്കൊള്ളുന്നേ. ഇപ്പോൾ ഇവിടെ സഹകരണ സംഘങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ, CPM പിടിച്ചെടുത്തു അങ്ങനെയൊക്കെ. ഈ ഇലക്ഷനിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
അവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി എന്താണ് പറഞ്ഞത് സഹകരണ മേഖലയെപ്പറ്റി, അവിടുത്തെ അഴിമതിയെപ്പറ്റി? ആന്റണി അന്നും ഇപ്പോഴും MP ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ കാഞ്ഞിരപ്പള്ളിയിൽ പൂഞ്ഞാറിൽ സഹകരണ സംഘങ്ങൾ നടത്തിയ അഴിമതി എത്രയായിരുന്നു? ശ്രീ പഴകുളം മധു പറഞ്ഞില്ലേ അനിൽ കെ ആന്റണി. നിങ്ങൾ വല്ലതും ചെയ്തോ? അദ്ദേഹത്തിനെതിരെ വല്ല നടപടി സ്വീകരിച്ചു അനിൽ കെ ആന്റണിക്കെതിരെ? ആ പ്രശ്നം ഏതാണെന്ന് അന്വേഷിച്ചൊരു മറുപടിയെങ്കിലും ഇന്നേ വരെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ ആ കേസിൽ? പിന്നെ അതൊന്നും പറയണ്ട, ഞാൻ അതിലേക്ക് കൂടുതൽ കയറുന്നുമില്ല. താങ്കൾ ഈ മുഴുവൻ CPM പിടിച്ചെടുത്തു എന്ന് പറയുന്നതുകൊണ്ടാണ് ഇത് ഇത്തരം കാര്യങ്ങളിലൂടെ പറയാതിരിക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. അതാണ് കാര്യം. അതുപോലെ MP രാജേഷ് മറുപടി പറയണം അത്രേ. അവിടെ ഒരു പ്രശ്നമുണ്ടായി. അത് എക്സൈസിന്റെ അധികാര ശ്രേണിയിൽക്കകത്ത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അവർ നോക്കും. അതല്ല അതിന് മുകളിലേക്ക് പോകണം, കമ്മീഷൻ ലെവലിൽ പോകണമെങ്കിൽ അത് അവിടെ നോക്കും. ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാനും ഉത്തരവാദിത്വം വഹിക്കാനാണോ മന്ത്രി ഇരിക്കുന്നത്? എക്സൈസ് ഉദ്യോഗസ്ഥന് പ്രവർത്തിക്കണമെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജോലിക്കിടയിൽ ഒരാളെ പിടികൂടുന്നു, കഞ്ചാവുമായി പിടികൂടുമ്പോൾ അയാൾ ഏത് പാർട്ടിക്കാരനാണ് എന്ന് പരിശോധിക്കേണ്ടി വരും ഇനി മുതൽ, അല്ലേ? അല്ല, അതൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ലെന്നുള്ള ഞാൻ തുടക്കം മുതലേ പറയുന്നത്. ഇപ്പോഴും അത് തന്നെ പറയുന്നു. അത് തീരുമാനം ഉണ്ടാവട്ടെ, അന്വേഷണം ഉണ്ടാവട്ടെ. പിന്നെ ഇയാളുടെ ഇപ്പൊ പിടിക്കപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ തീരുമാനമുണ്ടല്ലോ. അയാൾ കൊടുത്ത ഉദ്യോഗസ്ഥനായ അന്വേഷണത്തിലല്ല, അതായത് കഞ്ചാവ് കേസ് പ്രതി കൊടുത്ത പരാതിയിലാണ് അന്വേഷണം വേണ്ടത്. അല്ല, അയാൾക്കും അവകാശമില്ല അയാളുടേതായിട്ടുള്ളത്. എനിക്കെതിരെ കള്ളക്കേസാണ് എടുത്തത് എന്ന് അയാൾ എക്സൈസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ, പോലീസിന് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പരാതിയിൽ അന്വേഷണം വേണ്ടേ? അയാൾ പ്രതിയാണെന്ന് എക്സൈസ് പറഞ്ഞു, അതുകൊണ്ട് നീ എന്തോ പരാതി അതിനെ അന്വേഷിക്കില്ല എന്നൊരു നിയമ സംവിധാനത്തിന് പറയാൻ പറ്റുമോ? സർക്കാരിന് പറയാൻ പറ്റുമോ? അതും അന്വേഷിക്കണമെന്നേ. അയാൾ പറയുന്ന അടക്കം അന്വേഷിക്കണം. എക്സൈസ് ഉദ്യോഗസ്ഥൻ നിരപരാധിയാണെങ്കിൽ ഇവന് കൂടുതൽ ശിക്ഷ കൊടുക്കണം. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഭരണകൂടം ചെയ്യേണ്ടത് അങ്ങനെയല്ലേ? എക്സൈസ് ഉദ്യോഗസ്ഥൻ എക്സൈസ് കമ്മീഷണർക്ക് കൊടുത്ത റിപ്പോർട്ട് ഈ പാർട്ടി പരിശോധിച്ചിട്ടുണ്ടോ? പാർട്ടി അതിന്മേൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഈ വന്നവരൊക്കെ പരിശുദ്ധരാണെന്ന് എന്ത് ഉറപ്പാണെന്നേ? ശ്രീ M. ജയചന്ദ്രൻ, കാപ്പ കേസ് പ്രതിയെ കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താണ് ന്യായീകരണം? കാപ്പ കേസ് പ്രതിയെ കൊണ്ടുവരുമ്പോഴുള്ള ന്യായീകരണം എന്തായിരുന്നു? അത് നേരത്തെ മറ്റേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് BJPയിൽ പ്രവർത്തിക്കുമ്പോൾ, RSSന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്, ഇപ്പോൾ പരിശുദ്ധനാണ് എന്നതായിരുന്നല്ലോ. യദുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പാർട്ടി മാറിയിട്ട് സ്വീകരിച്ച ശേഷം നടന്ന സംഭവമാണ് ഇപ്പോൾ കേസായിരിക്കുന്നത്. അതേന്നെ സ്മൃതി തന്നെ ചോദിച്ചല്ലോ, ഷാജി രാഘവനോട് ചോദിച്ചല്ലോ, നിങ്ങളുടെ കൂടെ നിന്നപ്പോഴാണല്ലോ കേസൊക്കെ ഉണ്ടായത്. അല്ലല്ല, 1 വർഷം മുമ്പേ ഞങ്ങൾ പറഞ്ഞു വിട്ടതാണ് അവരെ. അപ്പം ഈ പ്രശ്നമൊക്കെ ഇതിന്റെ 1 വർഷമായിട്ട് CPMന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരൊക്കെ എന്നാണോ പിന്നെ ഈ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്? ഈ 62 പേര് എടുത്തല്ലോ. 62 പേർ പാർട്ടിയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ പാർട്ടിയിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം എന്താണ്? പാർട്ടിയിലേക്ക് വരുന്നതിന് മാനദണ്ഡം എന്താണെന്ന് അവർ തന്നെ വിശദീകരിച്ചില്ലേ? മാധ്യമങ്ങളോടെല്ലാം വിശദീകരിച്ചല്ലോ. ഞങ്ങൾക്ക് BJPയിൽ നിൽക്കണ്ടെന്ന് തോന്നി. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജയിലിൽ കിടന്നപ്പോഴാണ് അത് ഉണ്ടായത്. അങ്ങനെ തോന്നി. പിന്നെ തിരിച്ചല്ല, ഈ പാർട്ടിയിലേക്ക് സഹകരിക്കാൻ വരുന്നു. എന്താ ഭരിക്കുന്നല്ലോ? അപ്പൊ 8 വർഷമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ലല്ലോ. അല്ല, അതെന്താണെന്നുള്ളത് നോക്കൂ. ഇനി പിന്നെ ഞാനും സ്മൃതിയൊക്കെ ഇവിടെ തന്നെ ജീവിച്ചിരിക്കുകയല്ലേ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഉണ്ടാവുമല്ലോ. അത് ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നുള്ളത് നോക്കൂ. നമ്മൾ ജീവിച്ചിരിക്കെ തന്നെയാണ് വരുന്ന പറഞ്ഞല്ലോ ഈ വിചിത്രമായ സംഭവങ്ങളും വിചിത്രമായ പ്രതികരണങ്ങളും ശ്രീ ജയചന്ദ്രൻ. അതുകൊണ്ടല്ലേ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ദിവസവും ഇത്തരം വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടി നമുക്കുണ്ടല്ലോ. ശ്രീ ഷാജി രാഘവൻ, നേരത്തെ താങ്കൾ കൈ ഉയർത്തിയിരുന്നു. എന്താണ് താങ്കൾ പറയാൻ പോയത്? അല്ല, ഞാൻ പറഞ്ഞു വന്ന സമയത്ത് സൂചിപ്പിക്കാമെന്നൊരു കാര്യം, ഈ കേസിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നം കൂടെയുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇതേപോലെയുള്ള വലിയ കഞ്ചാവ് കേസ്, കഞ്ചാവ് വേട്ട ഇതിനു മുമ്പ് നടന്നിരുന്നു. അതുമായി ഈ കേസിന് ബന്ധമുണ്ട്. ഒരു സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, പത്തനംതിട്ട ടൗണിൽ നിന്ന് മാക്സിമം ഒരു 3-3.5 കിലോമീറ്ററേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അനിയൻ ഈ പറയുന്ന ഒരു സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒരു സഹോദരൻ ഇതേപോലെ തന്നെ പിടിയിലായിട്ടുണ്ട്. 2 കിലോ കഞ്ചാവുമായിട്ടാണ്. അന്ന് ഈ കേസിൽ വളരെ ഗൗരവമായിട്ട്, വളരെ സക്രിയമായിട്ട് തന്നെ ഇടതുപക്ഷം ആ കേസിൽ ഇടപെടുകയും DYFIയും SFI ഒക്കെ കേസിൽ ഇടപെട്ട് സമരമൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. അതിൻ്റെ ഒരു തുടർച്ചയുണ്ട് ഈ കേസിന്.
സത്യത്തിൽ ഈ കേസ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ BJPയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് BJP വളരെ കാലം മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു കൂട്ടം ആൾക്കാരെ പ്രത്യേക സാഹചര്യത്തിൽ CPM അത് വളരെ അസാധാരണമായ വിധം ഒരു മന്ത്രിയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് CPMൽ പത്തനംതിട്ട ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത ആവേശത്തിൽ മന്ത്രി ഉൾപ്പെടെ കൈ ഉയർത്തി മുഷ്ടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്വീകരിക്കുകയും അതിന് തുടർച്ചയായിട്ട് നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ BJPയെ പറ്റി മാത്രം ചർച്ച ചെയ്ത് പോകുമ്പോൾ പത്തനംതിട്ടയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കഞ്ചാവ് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചരിത്രങ്ങളൂടെയുണ്ട്. സത്യത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതിനൊക്കെ തന്നെ ഈ പറയുന്ന മാഫിയകൾ കാലാകാലങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ ബോധ്യം വന്ന സമയത്ത് തന്നെ അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഞാനിത് സൂചിപ്പിച്ചത് ഏതെങ്കിലും ഒരാളെ അധിക്ഷേപിക്കാനോ ഒരു പാർട്ടി അധിക്ഷേപിക്കാനോ അല്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ സമാനമായ കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പ്രത്യേകമായ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് CPM ഞങ്ങളിതൊക്കെ മാറ്റും, ഞങ്ങളിതിനൊക്കെ മാറ്റങ്ങൾ വരുത്തും, ഞങ്ങൾ ആവശ്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തും എന്ന് പറഞ്ഞതിന് ശേഷവും ഓരോ ദിവസവും അനുസ്യൂതമായി ഈ പ്രക്രിയകൾ ഇത് തുടരുകയും അതിനെ ന്യായീകരിക്കാനും ഇവിടെ വന്നിരിക്കുന്ന നിരീക്ഷകൻ ഉൾപ്പെടെ ഇപ്പോഴും ന്യായീകരിക്കുന്ന അസാധാരണമായ ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇന്ന് റിപ്പോർട്ടർ ചാനൽ പോലും ഇത് ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു രീതിയാണെന്ന് കേൾക്കുന്നു. അവിടെ കോൺഗ്രസ് DCC പ്രസിഡന്റ് പറഞ്ഞ പ്രാദേശികമായ ആളുകളെ സ്വാഗതം ചെയ്യാൻ നോട്ടീസുകൾ പതിക്കുകയാണ്. അപ്പോൾ റോഡിന് ഇരുവശവും നോട്ടീസ് പതിച്ചുകൊണ്ട് വരൂ, ഇങ്ങോട്ടേക്ക് വരൂ എന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഇതാണോ അവസ്ഥ? മനസ്സിലായില്ല, താങ്കളുടെ ചോദ്യം എനിക്ക് പിടികിട്ടിയില്ല. അതായത് എല്ലാവരും പാർട്ടിയിലേക്ക് ആളുകളെ കൂടുതലായി ക്ഷണിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു, സത്യമാണോ? ഇല്ല, ഇവിടെ ഈ ആളിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. അതിൻ്റെ ജില്ലാ സെക്രട്ടറിയും കുറേ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും രാവിലെ ഉണർന്നെണീറ്റ് ഇങ്ങനെ ആളിനെ പിടുത്തമാണ്. അങ്ങനെയാണ് ഈ ക്രിമിനലുകളൊക്കെ CPM എന്ന് വരുന്നത്. ഇപ്പോൾ BJPയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ കുറേ പേര് അവർക്ക് കിട്ടി. അപ്പം മന്ത്രിക്ക് ആവേശമായി, മന്ത്രി മുദ്രാവാക്യം പിടിച്ചു. കാരണം നാളെ ഇത്തരം പണിയൊക്കെ ചെയ്യിക്കാമല്ലോ. മന്ത്രിയും ജില്ലാ സെക്രട്ടറി എല്ലാവരുടെ ആഘോഷപൂർവ്വം കൊണ്ടുപോയി. എന്താണ് ഈ ക്രിമിനലുകളെ മൊത്തം ഉപയോഗിക്കുന്നത്? പത്തനംതിട്ട ജില്ലയിൽ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് CPM പാർട്ടിയുടെ പ്രവർത്തനം. സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ സഹകരണ സംഘങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചോണ്ട് പോവുക. കൊള്ളയടിച്ചോണ്ട് പോകുന്നു. എന്താണ് മകൻ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി എന്താ ചോദിച്ചത്? AK ആന്റണിയുടെ മകൻ ഉന്നയിച്ച ആരോപണത്തിന് ജനങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇതിനെ പിന്നാലെ പോകുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ ഒരു മന്ത്രി നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇത്തരം കാപ്പ കേസിലും അതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുക, അവരെ സംരക്ഷിക്കുക. ഇത് ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ ചെയ്തികൾ ജനങ്ങൾ കണ്ടു മടുത്തതുകൊണ്ടാണ് 4ാം തവണയും ഒരേ വ്യക്തി ശ്രീ ആന്റോ ആന്റണി ലോക്സഭയിലേക്ക് പോകാൻ കാരണം. അത് 62,000-ൽ ഏറെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം പോകാൻ കാരണം അതുകൊണ്ടാണ്. CPM പാർട്ടിയിൽ പത്തനംതിട്ടയിൽ തമ്മിലടി നടക്കുകയാണ്. ഈ വിവരം എവിടുന്നാണ് കിട്ടിയത്? CPM പാർട്ടി തന്നെ കിട്ടിയത്. എക്സൈസിൽ എങ്ങനെയാണ് ഈ രഹസ്യ വിവരം ചോർന്ന് കിട്ടിയത്? എങ്ങനെയാ? CPM പാർട്ടിയിൽ നിന്നല്ലേ? ആ എക്സൈസ് അല്ലേ അവിടെ പോയി അവരെ പിടിക്കുന്നത്? അപ്പോൾ CPM പാർട്ടിക്കകത്ത് കിടക്കുന്ന അന്തചിത്രങ്ങളാണ് ഇവരുടെ ഓരോ ചെയ്തികളും പുറത്തു കൊണ്ടുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ 2 പ്രമുഖ നേതാക്കന്മാർ തമ്മിലടിച്ചില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. ഒരാൾ മറ്റൊരാളുടെ കരണത്തടിക്കുന്നു. അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ഈ പാർട്ടിക്ക് ആരോഗ്യമുണ്ടോ ഈ ജില്ലയിൽ? ഈ ജില്ലയിലെ മുഴുവൻ CPM നേതാക്കന്മാരും ഏതെങ്കിലും ഒരു കേസിൽ കൊടുക്കപ്പെട്ടിരിക്കുകയാണ്, പരസ്പരം കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ കാര്യങ്ങളുടെ കിടപ്പ് എന്നുള്ള കാര്യം ശ്രീജേന്ദ്രൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞു തരട്ടെ. ലീക്കാണ് ഈ അവിടത്തെല്ലാം കാരണമത്രേ. അപ്പൊ ഞാനൊരു ഒരു കണക്ഷന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ അത് ആ ലിങ്ക് ക്ലിയറായി വരികയല്ലേ? മറുപടി പറഞ്ഞോളൂ ശ്രീ പഴകുളം മധു. എല്ലാ കാര്യങ്ങളും ആദ്യം അറിയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ്. അല്ല, അതാണ് ജനങ്ങളോടുള്ള ബന്ധം, നാടിനോടുള്ള ബന്ധം. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ചോർന്ന് കിട്ടും ഞങ്ങൾക്കെല്ലാം. ഈ ജില്ലയിൽ നടക്കുന്ന അസാൻമാർഗീയ പ്രവൃത്തികളെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ജയചന്ദ്രനെ പോലെയുള്ള ആൾക്കാർ
ഇല്ല, താങ്കളെ പോലെയുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ചർച്ചയിൽ ഇങ്ങനെയൊക്കെ ഈ വൃത്തികെട്ട കാര്യങ്ങളെ ന്യായീകരിക്കാൻ, വിടുപ്പലക്കലിനെ ന്യായീകരിക്കാൻ വന്നല്ലോ. കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉപയോഗിക്കുന്നല്ലോ. ഈ ജില്ലയിലെ ഒരു CPM-ന്റെ നേതാവിനും ആ തന്റെ ഇടം വന്നില്ല. നിങ്ങൾ എന്തിനാണ് ജയിച്ചത് സാർ? ഈ ചർച്ചയ്ക്ക് വരുന്നത് ഞാൻ വിളിച്ചിട്ടല്ലേ? അല്ല താങ്കൾ വിളിച്ചിട്ടാണ് വന്നത്. പക്ഷെ അദ്ദേഹം ആൾക്കാരൊക്കെ, നമ്മളൊക്കെ മാനിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വന്ന് ഈ ന്യായങ്ങളൊക്കെ പറയും. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകൊണ്ട് പറയാണ്. പത്തനംതിട്ടയിൽ CPM-ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അപജയത്തിന്റെ കാരണം ഇത് തന്നെയാണ്. ഈ ഗുണ്ട ക്രിമിനൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ്. ഈ പ്രത്യേക സവിശേഷ സ്വഭാവമുള്ള ആൾക്കാരെ CPM-ലേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ നിങ്ങൾ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ പഴിചാരിയിട്ട് ഒരു ക്രിമിനൽ കുറ്റത്തെ ന്യായീകരിക്കുകയാണ്. അതാണ് ഈ ജില്ലയിൽ നടക്കുന്നത്. ഈ ജില്ലയിൽ ഭരണത്തിന്റെ മറവിൽ നടക്കുന്ന അസാമാന്യ പ്രവർത്തികളുടെ ഒരു ചെറിയ ഉദാഹരണം വിമർശനമുണ്ട്. താങ്കൾ നിർത്തൂ. ആരോപണ വിധേയൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് പരിശോധിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ശരി, ശ്രീ കെ ഷാജി, പത്തനംതിട്ടയിൽ മാത്രമല്ലല്ലോ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഉയർന്ന വിവാദം. ശ്രീ കെ ഷാജി, കോഴ വിവാദം, PSC അംഗത്വത്തിനുള്ള കോഴ വിവാദം, അത് PSC അംഗത്വത്തിനല്ല, ഒരു സ്ഥലം മാറ്റത്തിനാണ് എന്ന് പിന്നെയും കേൾക്കുന്നു. ഏതായാലും 20 ലക്ഷം കൊടുത്ത് തിരിച്ചു കൊടുത്ത് ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് അവസാനം കേട്ട കഥ. ഇന്നിപ്പോൾ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയുടെ പ്രതികരണവും കണ്ടു. ആകെക്കൂടെ ഇരപരിവേഷമാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കാലം, അതോടൊപ്പം സാമ്പത്തിക അവസ്ഥ, ലോണിൻ്റെ കഥ, ദാരിദ്ര്യം, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി അന്വേഷണത്തിനൊപ്പം മറ്റ് അന്വേഷണങ്ങളും വേണമെന്ന് കൂടി പ്രമോദ് കോട്ടൂളി പറയുന്നുണ്ട്. ഈ അന്വേഷണം എവിടെ എത്തും, ആരന്വേഷിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനായ ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞൊരു വാക്ക് ഞാനിങ്ങനെ ഓർക്കുകയാണ്. അതൊക്കെ CPM തീരുമാനിച്ചോളും, ആ പാർട്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്, അവയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, കേരളത്തിലാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ എല്ലാ കാലത്തും ജനങ്ങൾ വളരെ ജാഗ്രതയോടെ വാച്ച് ചെയ്തിട്ടുണ്ട്, അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നു, ഒരു വശത്ത് ക്രിമിനലുകൾക്ക് പ്രത്യേകമായ റിക്രൂട്ട്മെൻറ്റ് കൊടുക്കുന്നു, മറുവശത്ത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു PSC പോലൊരു സംവിധാനത്തിലേക്ക്, സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു ഭരണഘടനാ സംവിധാനത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് പണം കൊടുക്കാൻ ആളുകൾ തയ്യാറാവുന്നു. ഇത്രയും വലിയൊരു തുക അതൊരാൾ മേടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അതൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു അനധികൃതമായ നിയമനം നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും. 20 ലക്ഷം 60 ലക്ഷം ചോദിച്ചു, പാർട്ടിയുമായി ബന്ധപ്പെട്ട് 22 ലക്ഷം കൊടുത്തു എന്നുള്ളതായിരുന്നു വാർത്ത. ആ പണമുണ്ടെങ്കിൽ താനിങ്ങനെ ലോണുകാരനായി, കടക്കാരനായി ഇപ്പോഴും അടയ്ക്കാതെ നിൽക്കുകയാണെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ പൈസ ആർക്കാണ് പോയത്? ആരന്വേഷിക്കും? അതെ, ആ ചോദ്യങ്ങളെല്ലാം ചോദ്യങ്ങളായിട്ട് നിൽക്കണല്ലോ. ഇവിടെയാണ് ഈ ജയചന്ദ്രൻ പറയുന്നത് പോലെ ഇതൊക്കെ CPM-ന്റെ കാര്യമല്ലേ, നിങ്ങളാരും ഇടപെടണ്ട, നിങ്ങളാരും അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു ജനാധിപത്യ വരുത്തുക. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ അറിയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് ആവട്ടെ, ഇപ്പം നാളെ ഭരണം മാറി ഒരു CPM-ന്റെ പ്രതിപക്ഷ നേതാവ് വന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് കേരളത്തിലെ ജനാധിപത്യം നേരിടുന്ന വലിയൊരു വെല്ലുവിളി. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, നാട്ടിൽ നടക്കുന്ന ജീർണതകൾ, ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് അറിയുകയും ജനങ്ങളെ അറിയിക്കുകയും സഭയെ അറിയിക്കുകയും സർക്കാരിനെ തിരുത്താൻ ശക്തിയായി മാറുകയും ചെയ്യുമ്പോഴാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നത്. അതിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാണോ, CPM-ന്റെ പ്രതിപക്ഷ നേതാവാണോ, അല്ലോ BJP-യുടെ പ്രതിപക്ഷ നേതാവാണോ എന്നുള്ളതല്ലോ കാര്യം. പിന്നെ ഇവിടെ നമ്മുടെ വീട് ഈ കോഴിക്കോട് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ പണം കൊടുത്തു എന്ന് പറയുന്നു, ആ പണം തിരിച്ച് ഒത്തുതീർപ്പാക്കി എന്ന് പറയുന്നു, അത് ആദ്യം PSC അംഗത്വത്തിനാണെന്ന് പറയുന്നു, ഇപ്പോൾ മറ്റെന്തൊക്കെയാണെന്ന് പറയുന്നു. പക്ഷെ ഇതിലെല്ലാം വന്ന് പെടുന്ന പേരുകൾ ഈ കാര്യങ്ങളിൽ ശക്തമായി, സത്യസന്ധമായി, സുതാര്യമായി ഇന്നതാണ് നടന്നതെന്ന് എന്തുകൊണ്ട് പാർട്ടി പറയുന്നില്ല? ഇപ്പം ആരോപണ വിധേയരായ ആള്, അല്ലെങ്കിൽ പണം വാങ്ങിയെന്ന് ആരോപണം നേരിടുന്ന മനുഷ്യൻ വളരെ വൈകാരികമായിട്ട് ചാനലുകളുടെ മുന്നിലൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഇതിൻ്റെ അപ്പുറം ഇതിനകത്ത് എന്താണ് നടന്നത്? ഇതിനകത്ത് പാർട്ടിക്കൊന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ, ഇതിൽ പാർട്ടി ഒന്നും ഭയക്കുന്നില്ലെങ്കിൽ എന്താണ് നടന്നത് എന്ന് ജനങ്ങളോട് പറയാനുള്ളൊരു ബാധ്യത പാർട്ടിക്കില്ലേ?
അപ്പം ഇതെല്ലാം വരുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുതിരുത്തുന്ന വലിയൊരു ശ്രമം പാർട്ടിയിനോട് നടക്കുന്നു എന്ന് പറയുന്നു. ഈ പാർട്ടിയെ തെറ്റുതിരുത്തുന്നുള്ളൂ എന്ന് സൈബർ സഖാക്കൾ അത്യുജ്വലമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഏതെങ്കിലും പാർട്ടിയിൽ തെറ്റുതിരുത്തൽ നടക്കുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒരു വലിയ ജീർണതയുടെ ചെറിയ ചെറിയ പ്രതിഫലനങ്ങളായി മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഒരു വലിയ സംവിധാനം, ഒരു ജനങ്ങൾ ഇന്ന് ഒരുപാട് ജനങ്ങൾ അടിസ്ഥാന ബഹുജന ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു പ്രസ്ഥാനം എത്രമാത്രം അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ള വളരെ ഭയപ്പെടുത്തുന്ന ചില സൂചകങ്ങളാണ് ഈ പ്രസിഡന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് CPM-ന്റെ ഒരു കാര്യം മാത്രമായി അത് ആ പാർട്ടി നോക്കേണ്ടതാണ്, ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അഭിപ്രായം പറയേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എങ്ങനെ പോകണമെന്നതിൽ ചില നിർദ്ദേശങ്ങളെങ്കിലും ഒരു സമൂഹത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടാവും. ജനങ്ങളത് പറയും. അത് മാധ്യമപ്രവർത്തകരാണെങ്കിലും സാമൂഹ്യ നിരീക്ഷകരാണെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായാലും അവർക്ക് പറയാനുള്ളത് അവർ പറയുകയും അതിൽ നിന്ന് കൊള്ളാവുന്നത് പാർട്ടി എടുക്കുക, കൊള്ളേണ്ടത് പാർട്ടി എടുക്കണ്ട. പക്ഷെ ഒരു ചർച്ചയെ പാടില്ല, അഭിപ്രായമേ പറയാൻ പാടില്ല, നിങ്ങളാരും പറയരുത്, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമല്ല. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ലെന്നുള്ളത് ഷാജിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇതിൻ്റെ വളരെ ഈ പറയുന്ന എന്താണ്, പാർട്ടി പൊളിറ്റിക്സ് വളരെ ബയാസ്ഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ കഴിയൂ. അതാണ് കാര്യം. താങ്കളത് ശ്രീ കെ ഷാജി അത് മനസ്സിലാക്കുക. താങ്കൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ എനിക്കെന്താണ് പ്രശ്നം? ഈ CPM-നെ ബാധിക്കുന്ന കാര്യങ്ങൾ നാടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളും പൊതുവായി നാടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ചർച്ചയ്ക്ക് വരും, സ്വാഭാവികമായും ചർച്ച ചെയ്യും. പക്ഷേ ഇതിന്റെ മുഴുവൻ പാപഭാരവും CPM-ന് മാത്രമാണ് എന്ന് പറഞ്ഞ് വിശുദ്ധവേഷം കെട്ടുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, അവരോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ പാർട്ടിക്ക് നോക്കാൻ അറിയാം എന്ന് കർക്കശമായി പറയേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ വിശുദ്ധവേഷം ഒരാൾക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല. എല്ലാവർക്കും തിന്മയും നന്മയും ഉണ്ട് എന്ന് പൊതുവിൽ അംഗീകരിക്കുക, എന്നിട്ട് ചർച്ച ചെയ്യുക. അതാണല്ലോ ജനറോസിറ്റി എന്ന് പറയുന്നത്. ആ ജനറോസിറ്റിയുടെ അതിന്റെ അപ്പുറത്തേക്ക് വളരെ വൃത്തികെട്ട രാഷ്ട്രീയം ചെളിവാരിയതകൾ മാത്രമായിട്ട് മാറുമ്പോഴാണ് നമ്മളൊരു പൊതുനന്മയെ കുറിച്ചാണോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രീ ജയേന്ദ്രൻ, ഒരു അപജയത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്? ഏതാണ് ഒരു അപജയത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്? പൊതുനന്മയെ കുറിച്ചല്ലോ. അപജയത്തിലും നന്മ കാണാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. അപജയത്തെ കുറിച്ച് വേണ്ട, അവരുടെ പാർട്ടി നിലപാട് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ അറിയാമല്ലോ, ഞാൻ CPIM എല്ലാവർക്കും ഒരേ സ്മൃതിക്കും അറിയാം. എനിക്ക് കിട്ടുന്ന ബോധ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു. അത് പറഞ്ഞിട്ടും പിന്നെയും CPIM ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ക്രൂശിക്കപ്പെടേണ്ട കക്ഷി. മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് വിഷയാധിഷ്ഠിതമാണ് ശ്രീ ജയേന്ദ്രൻ കാര്യങ്ങൾ. വിഷയാധിഷ്ഠിതമാണ്. ഒരു വിഷയത്തിൽ ഊന്നി സംസാരിക്കുമ്പോൾ അതിൽ ഒരു കൂട്ടർ എന്തായാലും പ്രതിസ്ഥാനത്ത് വരും. ആ പ്രതിസ്ഥാനത്തുള്ളവർക്ക് നല്ല ന്യായീകരണം ഉണ്ടെങ്കിൽ പറഞ്ഞ് രക്ഷപ്പെടാം. ആ നല്ല ന്യായീകരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടും. ശ്രീ ജയേന്ദ്രൻ, ശരി, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇങ്ങനെ ന്യായീകരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.